നിലവിൽ ഈ കേരളത്തിൻ്റെ ആരോഗ്യരംഗം നേരിടുന്നത് വലിയ പോരായ്മയാണ്. ആ പോരായ്മകളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് KSU കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി സമരപരിപാടികളുടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ഇപ്പോൾ വി വസീഫ് ഡിവൈഎഫ്ഐയുടെ അധ്യക്ഷനായിട്ടുള്ള വി വസീഫ് ചില പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമ്പോഴും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഒരക്ഷരം അതിനെപ്പറ്റി ഉരിയാടുന്നില്ല. അത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി ഇത്രയേറെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ഒരു സാധാരണക്കാരന് ധൈര്യപൂർവ്വം കേരളത്തിൻ്റെ സർക്കാർ ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകാത്ത വസീഫ് പ്രതിപക്ഷ സമരങ്ങൾക്ക് മാർക്കിടാനോ അതിൻ്റെ മാർഗരേഖ തയ്യാറാക്കാനോ നിൽക്കേണ്ടതില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വസീഫിൻ്റെ വിരട്ടലും വെല്ലുവിളിയും കയ്യിൽ വെച്ചിരുന്നാൽ മതി. പ്രതിപക്ഷ സമരങ്ങൾ എങ്ങനെ വേണമെന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പ്രതിപക്ഷ സമരങ്ങളെ പ്രതിരോധിക്കുമെന്നാണ് വസീഫ് പറയുന്നത്. പ്രതിപക്ഷ സമരങ്ങളെ പ്രതിരോധിക്കാനാണ് തീരുമാനമെങ്കിൽ ആ പ്രതിരോധ കോട്ട പൊളിക്കാൻ തന്നെയാണ് ുള്ള പ്രതിസന്ധിയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കടന്നു പോവുകയാണ്. വലിയ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെയായിട്ട് ഉണ്ടാകുമ്പോഴും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഒരക്ഷരം മിണ്ടാതെ പ്രതികരണം നടത്താതെ മുന്നോട്ട് പോവുകയാണ്. അത് വലിയ പ്രതിഷേധാർഹമാണ്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടാണ് KSU ഇത്തരം സമരങ്ങളിലേക്ക് കടക്കുന്നതെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ അടക്കം ആരോപിക്കുന്നത്. ഒരിക്കലും അല്ലല്ലോ. കാരണം ഞാൻ പറയട്ടെ, ഈ അധികം നാളുകളായില്ല കോട്ടയത്ത് ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ അതിൻ്റെ അടിയിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൈക്ക് ശസ്ത്രക്രിയയുമായിട്ട് വന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, ആ കൈ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവം ഉണ്ടാകുന്നു. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ആരോഗ്യ മേഖല വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ശസ്ത്രക്രിയ കഴിയുന്ന ആളുകൾ അവർ സുരക്ഷിതരായി അല്ല വരുന്നത്. അവരുടെ വയറുകളിൽ കത്രികയുമായിട്ട് കടന്നു വരുമ്പോൾ അതിൻ്റെ ഡോക്ടർ ഉൾപ്പെടെ പറയുന്നു 40-50 വർഷം കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നൊരു ഡോക്ടർ പോലും പറയുമ്പോൾ ആ ഡോക്ടർ എടുത്തു പറയുന്നുണ്ട് ഇത് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ പരാജയം ഇവിടെ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാൻ ഈ നാട്ടിലെ യുവജന സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്ഐക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ പിന്നെ എന്ത് പ്രതിബദ്ധതയാണ് കേരളത്തിൻ്റെ യുവാക്കളോട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് ഉള്ളത് എന്ന് ചോദിക്കാൻ KSU ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ KSU ഏത് തരത്തിലാണ് ഈ പ്രക്ഷോഭ പരിപാടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും വലിയ രീതിയിലേക്കുള്ള ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള വലിയ രീതിയിലേക്കുള്ള സമരങ്ങൾ നടന്നതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ KSU കൂടി ഈ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട്, കാരണം കേരളത്തിൻ്റെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രൈം ഫോക്കസ് ഉള്ള വിഷയമാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിൻ്റെ ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. അത് സർക്കാർ ആശുപത്രി ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളുടെ കാര്യങ്ങൾ തന്നെ എടുക്കുക. അത് അമേരിക്കൻ കുത്തക കമ്പനികൾക്ക് ഇത് തീരെഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് വലിയ നിയമങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഇവിടെ വലിയ രീതിയിലേക്ക് ആരോഗ്യ മേഖല പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇതിനെപ്പറ്റി ഒന്നും ഒരക്ഷരം മിണ്ടാൻ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയ്ക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 9.25 വർഷക്കാലമായി പ്രതിഷേധ ശബ്ദങ്ങളിലൊന്നും അവരെ കാണുന്നില്ല. അവസാനമാകുമ്പോൾ അവരെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പൊതുജനങ്ങളുടെ മുൻപിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും ഗിമ്മിക്കുകൾ മാത്രമായിട്ടാണ് ഇതിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് അതെല്ലാം കയ്യിൽ വെച്ചിരുന്നേച്ചാൽ മതി എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വസീഫിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ ഇതിൽ വലിയ അനാസ്ഥകൾ നടക്കുന്നു. അതേസമയത്ത് തന്നെ ഈ പൊതു ആശുപത്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പബ്ലിക് ഗിമ്മിക്കാണ് KSU അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരിക്കലും അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കടന്നു ചെല്ലുന്നത് എന്താണ്? ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശസ്ത്രക്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയുടെ മകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോകാൻ ഞങ്ങൾക്ക് ഭയമാണ്. അതായത് ഒരു സാധാരണക്കാരൻ്റെ ഭയം അവിടെ നിഴലിച്ച് നിൽക്കുമ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് പിണറായി വിജയൻ്റെ സർക്കാരിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക? ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട അത്താഴ പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ദിവസത്തിൻ്റെ രണ്ടറ്റത്തെ കർഷകരുമടങ്ങുന്ന ആളുകൾക്കൊരു ആശ്രയ കേന്ദ്രമായി കേരളത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങളിലുള്ള ആശുപത്രികൾ മാറുന്നില്ലെങ്കിൽ അതൊരു ഭയത്തിൻ്റെ പ്രതിസന്ധികളിവിടെയുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അത് ജന സംഘടനകൾക്ക് സാധിക്കുന്നില്ല, ഇവിടുത്തെ സർക്കാർ മെഷീനറിക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവർ മൂഢരുടെ ലോകത്താണ് ഈ പറയുന്ന സർക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം 1.5 മാസക്കാലം മാത്രം ആയുസുള്ള കേരളത്തിലെ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഇത്തരം ചെയ്തികളെ കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുകയാണ്. സാധാരണക്കാരൻ്റെ പ്രതിഷേധമായിട്ടാണ് യൂത്ത് കോൺഗ്രസും KSUം ഞങ്ങൾ പ്രതിപക്ഷ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ തെരുവുകളിലേക്ക് പോരാട്ടത്തിൻ്റെ പോർമുഖം തീർത്തുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇത്തരം വിരട്ടലുകളും ഇത്തരത്തിലുള്ള വലിയ രീതിയിലേക്കുള്ള വാചകങ്ങൾ കൊണ്ടൊന്നും ഡിവൈഎഫ്ഐക്ക് ഞങ്ങളുടെ പ്രതിഷേധ സമരങ്ങളെ തണുപ്പിക്കാൻ സാധിക്കില്ലെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത്. KSUവിൻ്റെ അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ സമരങ്ങളെ
പ്രതിരോധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലാണ് KSU ഇപ്പോൾ നിലവിൽ അതിനെ കാണുന്നത്? അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഇപ്പോഴും കവലച്ചട്ടമ്പികളുടെ നേതാവായി വസീഫ് അധപതിച്ചു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ വെല്ലുവിളി. ഒരു സാമാന്യമായിട്ട് ഒരു ജനാധിപത്യ നാട്ടിൽ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടാകുമ്പോൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങേണ്ട സാഹചര്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ പ്രതിപക്ഷം അത്തരത്തിലേക്കുള്ള ഒരു സമരമുഖം തീർക്കുമ്പോൾ അതിനെ നേരിടും, കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഞങ്ങൾ നേരിടുമെന്ന് പറയുമ്പോൾ കവലച്ചട്ടമ്പികളുടെ നേതാവിൻ്റെ നിലവാരത്തിലേക്ക് വസീഫ് എന്ന് പറയുന്ന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി മാറിയതിൽ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള ഒരു പ്രതികരണമല്ല ഒരു യുവജന നേതാവിൻ്റെ, യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.